ഹലോ ഹായ് നമസ്കാരം. പേരല്ലൂർ പ്രീമിയർ ലീഗ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പുതിയ വെബ് സീരീസാണ്. അതിലേക്ക് പോകാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനൊരു ഒറ്റ സ്ട്രെച്ചിൽ കണ്ടു തീർത്തു. ഇത് ഒരു ഗംഭീര സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റിംഗ് എലമെൻ്റൊക്കെ വരും എന്നുള്ളത് ആദ്യത്തെ 1-2 എപ്പിസോഡുകളിൽ ഒരു പ്രതീക്ഷയുണ്ടാക്കി. പക്ഷേ അവസാനത്തേക്കൊക്കെ വന്നപ്പോൾ എന്തെങ്കിലും ആയാൽ മതി എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ശരിക്കും ഈ വെബ് സീരീസ് കാണാനുള്ള ആഗ്രഹം ഒരു പൊടിക്ക് കൂട്ടിയത് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒന്നും എനിക്ക് അത്ര അട്രാക്റ്റീവായിട്ടുള്ള ഒരു സംഭവമായി തോന്നിയിരുന്നില്ല. എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ബ്രില്യൻ പോസ്റ്റുകൾ കണ്ടു. അതായത് ഡയറക്ടർ ബ്രില്യൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ സംഭവങ്ങൾ പലരും കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ കേമൻ സോമൻ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങി വീണ്ടും വീണ്ടും മത്സരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തിരിക്കുന്ന പുസ്തകങ്ങൾ എന്ന് പറയുന്നത് കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന് പറയുന്ന പുസ്തകങ്ങളാണ്. എന്ന് പറയുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു കുറേ കാര്യങ്ങൾ മിതമായ നിരക്കിൽ വാട്സപ്പ്, ഗൂഗിൾ പേ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കപ്പെടും എന്ന് പറയുന്ന ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് ഒരുപാട് രസമുള്ള കാര്യങ്ങളുണ്ടാവും. ഞാൻ ശരിക്കും ഇത് എൻജോയ് ചെയ്യും. ഇതുപോലത്തെ ബ്രില്യൻസുകൾ പൊതുവേ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പൂർണ്ണമായും മലയാളത്തിൽ ഒരുങ്ങുന്ന, എനിക്ക് തോന്നുന്നു ഹോട്ട്സ്റ്റാർ എടുക്കുന്ന 2ാമത്തെ വെബ് സീരീസാണ് പേരല്ലൂർ പ്രീമിയർ ലീഗ്. നമുക്ക് പതിവുപോലെ പോസിറ്റീവ്സ് നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ 2ാമത്തെ എപ്പിസോഡാണ്. 2ാമത്തെ എപ്പിസോഡിലാണ്, 2ാമത്തെയാണോ 3ാമത്തെയാണോ, അതായത് കൂടുതൽ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു എപ്പിസോഡ് ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. ഇതിലെ ധൃതിപ്പെട്ട് വരുന്ന ഒരാൾ, അലസനായിട്ടുള്ള ഒരാൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഗ്രാമമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പല വിധത്തിലുള്ള കഥാപാത്രങ്ങളുണ്ടാകും. അവർക്കൊക്കെ ചില ഇരട്ടപ്പേരുകളുണ്ടാകും. ആ ഇരട്ടപ്പേരുകൾ വരുന്നതിന് അതിൻ്റേതായിട്ടുള്ള ചില കഥകളും ഉണ്ടാകും. ഇപ്പം ഞങ്ങളൊക്കെ നാട്ടിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ പറയും, അവനെ എല്ലാവരും വിളിക്കുന്നത് ഇന്ന പേരാ. എന്താണെന്നറിയോ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ടാവും. എല്ലാവർക്കും ഓരോ പേര് വരുന്നതിനൊരു കഥയും ആ പേര് അവർ കൊണ്ട് നടക്കുന്നതിൻ്റേതായിട്ടുള്ള കുറേ രസമുള്ള സംഭവങ്ങളുണ്ടാകും. ചിലതൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലതൊക്കെ അവർ എതിർക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന കുറേ ക്യാരക്ടേഴ്സ് ഒരുമിച്ച് വരിക എന്ന് പറയുമ്പോൾ രസമുള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സീക്വൻസുകൾ വളരെ രസമായിരുന്നു. അതിലൊരു ഹ്യൂമർ വർക്കാവുന്ന, ആ ഹ്യൂമർ ഏറ്റവും നന്നായി വർക്കായി എന്ന് എനിക്ക് തോന്നിയതും ഈ പറയുന്ന 2ാമത്തെ എപ്പിസോഡാണ്. ഞാനിങ്ങനെ കുറേ ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ചിരി വല്ലാണ്ട് കുറഞ്ഞു. പക്ഷേ ആ ക്യാരക്ടേഴ്സിനെ അവർ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എനിക്ക് ഒരു പോസിറ്റീവ് ഘടകമായിട്ട് തോന്നി. ഇപ്പോൾ ഇതിലെ നായകൻ്റെ കഥാപാത്രം മാത്രം പറയുകയാണെങ്കിൽ ഒരാവശ്യമില്ലാതെ നിങ്ങളൊരു കിണറ്റിൻകരയിൽ നിന്ന് വർത്താനം പറയുകയാണ്, ഒരാവശ്യമില്ല, നിങ്ങൾ ആ തൊട്ടിയിൽ കെട്ടിയിരിക്കുന്ന കയർ അഴിച്ചിടുന്നു. ആർക്കും ഒരു ഉപദ്രവം, പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഒരു ഉപദ്രവം തോന്നാത്തൊരു കാര്യമാണ്. അതാണ് ആ നാട്ടുകാരുടെ സ്വഭാവം. ആ ഒരു റേഞ്ചിലുള്ള അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരുന്ന പേരല്ലൂർ എന്ന് പറയുന്ന ഗ്രാമം, ആ എസ്റ്റാബ്ലിഷ്മെൻറ്റും കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ തുടക്കത്തിലെ എപ്പിസോഡ്സിലാണ് ക്യാരക്ടേഴ്സിനെയും സംഭവങ്ങളെയും കുറച്ചൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. 2ാമത്തെ പോസിറ്റീവ് ഇതിലെ ഇഷ്ടപ്പെട്ട ചില പെർഫോമൻസുകളാണ്. അശോകൻ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് സ്നേഹം തോന്നുന്ന രീതിയിൽ ആ കൊനഷ്ട് കഥാപാത്രത്തിന് നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് പറയില്ല, ആ രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ബി ലൈക്ക് കേമൻ സോമൻ എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നുന്നു. അങ്ങനത്തെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമായിട്ടൊക്കെ എനിക്ക് തോന്നി. ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴാണെങ്കിലും അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടും. പിന്നെ വലിയ റോളൊന്നും ഇല്ലാത്ത ഒരു കഥാപാത്രമാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന, അതായത് ഗവൺമെൻറ് ഒഫീഷ്യലായിട്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിനു മുമ്പ് ഏതൊക്കെയോ സിനിമകളിൽ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളിൽ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അവർ വളരെ നാച്ചുറലായിട്ട്, അതായത് ശരിക്കും നമുക്ക് ആ കഥാപാത്രം അവരത് തന്നെയാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുക എന്ന് പറയില്ലേ, ആ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ കുഞ്ഞു സ്ഥലങ്ങളിൽ നായിക കഥാപാത്രത്തിനോടൊപ്പം നിൽക്കുക, നടക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. പിന്നെ വിജയരാഘവൻ, അതിപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹം ഈ ഒരു സിമിലർ ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ ഈ ഒരു ഡയലോഗ് ഡെലിവറി പാറ്റേണും ഒക്കെയുള്ള ഇതിനു മുമ്പ് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഒരു കുറുക്കൻ ബുദ്ധിയുള്ള കഥാപാത്രങ്ങൾ അത് അദ്ദേഹം വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഇനി വേറെ അഭിപ്രായം പറയാനൊന്നും ആവശ്യമില്ല. പിന്നെ ഇതിൽ സ്നേഹ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്, അത് ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പൊടിക്കപ്പുറം പോയിരുന്നെങ്കിൽ അത് ഭയങ്കര ഓവറായി പോയേനെ. പക്ഷേ വളരെ രസമായി, അതിൻ്റെ ഒരു നർമ്മത്തെ കൈവിടാതെ എന്നാൽ വളരെ നീറ്റായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു സീക്വൻസ്. വിജയരാഘവൻ സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുള്ള ജയ എസ് കുറുപ്പ്, അവരെയും ഇതിനു മുമ്പ് എത്രയോ സിനിമകൾ, ട്രെയിലർ ഡീകോഡിങ്ങിൽ വരെ ഞാൻ അവരുടെ കുഞ്ഞു പ്രകടനത്തിനെ വളരെയധികം പുകഴ്ത്തിയിട്ടുള്ളതാണ്. ഗംഭീര ആർട്ടിസ്റ്റാണ്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട വളരെയധികം റിലേറ്റ് ചെയ്തൊരു കഥാപാത്രമാണ് ശിവജി ഗുരുവായൂർ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം. ആ എന്താ പറയുക, വയസ്സായ കോഴി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന, എന്നാൽ ഒരു നിരുപദ്രവകാരിയായിട്ടുള്ള ഒരാൾ, അതിനെ വളരെ രസമായി പുള്ളി സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പെർഫോമൻസുകളൊക്കെ പറയുമുണ്ടല്ലോ, ഈ ക്യാരക്ടേഴ്സിനെ അവർ ഉണ്ടാക്കി എന്നുള്ള ആ ഒരു വലിയ പോസിറ്റീവ് നമ്മൾ പറയണം. ആ ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മുടെ മുന്നിൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും പോസിറ്റീവ് തന്നെയാണ്. പിന്നെ സണ്ണി വെയിൻ, നിഖില വിമൽ, സത്യത്തിൽ
ഇതങ്ങനെ അവർ നായകനും നായികയായിട്ടുള്ള ഒരു വെബ് സീരീസ് എന്നൊന്നും പറയാനില്ല. ഇത് സിറ്റുവേഷൻസും ക്യാരക്ടേഴ്സും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. ചില സമയത്തൊന്നും നിഖിൽ അഭിമലിൻ്റെ ക്യാരക്ടർ തന്നെ ആ ഇതിലുണ്ടോ, അല്ലെങ്കിൽ സണ്ണി വെയിൻ്റെ ക്യാരക്ടറിന് ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നൊന്നും നമുക്ക് തോന്നില്ല. കാര്യം ഇതാ നാടിൻ്റെ അതിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പോപ്പുലർ ആയിട്ടുള്ളൊരു ഫിഗേഴ്സ് എന്നുള്ള രീതിയിൽ വെക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്കൊരു ഗംഭീര പ്രകടനത്തിനുള്ള സ്കോപ്പൊന്നുമില്ല. ഉള്ളത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും എനിക്ക് നിഖില കുറേം കൂടി അതിനോട് ചേരായ്മയുണ്ടോ എന്നൊക്കെ തോന്നിപ്പോയി. വെബ് സീരീസിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ 2-3 എപ്പിസോഡ് മുഴുവൻ മുഖത്തുള്ളത് എനിക്കിത് വേണ്ടാന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ, അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി, അവരുടെ ഫീലിങ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊന്നും അങ്ങോട്ട് സെറ്റാവുന്നില്ല എന്നാണ് തോന്നിയത്. ചിലപ്പം അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ വിജയരാഘവനും അശോകനും അവരൊക്കെ ഇങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും കുറേ കുഞ്ഞു കുഞ്ഞു ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞൊരു പോകുന്ന ഒരു വർഷം അല്ലെങ്കിൽ 1-2 വർഷത്തിനിടയ്ക്ക് മലയാള സിനിമയിൽ മിന്നി മറഞ്ഞു പോയിട്ടുള്ള ഒരുപാട് ഗംഭീര കുഞ്ഞു കുഞ്ഞു പെർഫോമേഴ്സിനെ നമുക്കിതിൽ കാണാൻ പറ്റും. അവരൊക്കെ ഇങ്ങനെ വന്ന് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇവരൊക്കെ നിൽക്കുന്നത്. സാറ്റിസ്ഫൈങ് ആയിരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പറയാൻ ഈ കേന്ദ്ര കഥാപാത്രങ്ങളുടെ അവരുടെ പ്രകടനം എനിക്ക് തോന്നിയില്ല. പിന്നെ അരുൺ പ്രദീപ് എടുത്ത് പറയണമെന്ന് തോന്നുന്നു. പക്ഷേ ഈ എൻ്റെ വെബ് സീരീസിലെ എൻ്റെ മോസ്റ്റ് ഫേവററ്റ് എന്നോ അല്ലെങ്കിൽ കുഞ്ഞ് സംഭവമാണ് പുള്ളിക്കുള്ളത്. വളരെ ചെറിയ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മൾ ഈ സാധനം ഫുൾ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നതും നിറഞ്ഞു നിൽക്കുന്നതും അജു വർഗീസിൻ്റെ ക്യാരക്ടറാണ്. അയാളത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെഗറ്റീവ് സൈഡിലേക്ക് വരികയാണെങ്കിൽ, ഈ ഒരു വെബ് സീരീസിലൂടെ അവർ കൈകാര്യം ചെയ്യുന്ന കുറേ സോഷ്യൽ ഇഷ്യൂസ്, അതായത് നമ്മുടെ കേരളം വേണമെങ്കിൽ ആകാവുന്ന, ഇന്ത്യ വേണമെങ്കിൽ ആകാവുന്ന പേരില്ലാത്ത ഒരു നാട്, അവിടുത്തെ പലതരം സ്വഭാവമുള്ള കുറേ ആളുകൾ, ഇതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കറങ്ങി ചുറ്റി നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സോഷ്യൽ ഇഷ്യൂസുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെയൊക്കെ ഒരു രസകരമായ അവതരണത്തിനുള്ള ശ്രമമാണ്. പക്ഷേ ഈ ഒരു 2ാമത്തെ എപ്പിസോഡൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് യാതൊരു തരത്തിലും ഒരു ഹ്യൂമർ ഫീൽ ചെയ്തില്ല. അതായത് ഇതൊക്കെ ഓൾറെഡി കേട്ട് മറന്നിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ആദ്യ കാഴ്ചയിൽ ചിരിക്കുകയോ അല്ലെങ്കിൽ പിന്നീട് ഓർത്ത് ചിരിക്കുകയോ ചെയ്യത്തക്ക രീതിയിലുള്ളൊരു ഹ്യൂമർ ഫാക്ടർ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. ഞാനിങ്ങനെ ചുമ്മാ കണ്ടിരിക്കുകയാണ്. ഓരോ എപ്പിസോഡും തീരുന്നു. അപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു എപ്പിസോഡിൻ്റെ ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ ചിരി ഉണ്ടാവും. ശരിക്കും നമ്മൾ ചൂണ്ടയിട്ടിട്ട് മീന് വേണ്ടി കാത്തിരിക്കില്ലേ? മീൻ ചിലപ്പോൾ പെട്ടെന്ന് വന്ന് കൊത്താം, ചിലപ്പം കുറേ നേരം കുറേ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും വരുന്നുണ്ടാവുക എന്ന് പറഞ്ഞ പോലെ ചൂണ്ടയിട്ടിരിക്കുന്ന പോലെയാണ്. ഇടയ്ക്ക് അവിടെ എവിടെയോ ഒരു ചിരി വരുന്നുണ്ട്. എന്നാൽ ഒരു മുഴുനീള തമാശ രീതിയിലൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. നമ്മൾ എത്രയോ സിനിമകളിലും കാര്യങ്ങളിലും ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെയാണ്. വേണമെങ്കിൽ ക്ലീഷേ എന്നൊക്കെ പറയാം. കാര്യം ഇവർ ഈ ലാസ്റ്റ് എപ്പിസോഡിന് മുമ്പ് ഇവർ നായകനും നായികയും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ നമുക്കറിയാം അവസാനം ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതിങ്ങനെ ഒരു തീയും പുകയും പരിപാടിയൊക്കെ ആയിരിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീല് നമുക്കുണ്ടാവും. ഒരു കഥാപാത്രം ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അതിങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. കാര്യം ഇവിടെ ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളെ നമുക്കറിയാമല്ലോ എന്ന് പറയുന്ന ഒരു പ്രെഡിക്റ്റബിലിറ്റി ഫാക്ടറൊക്കെ എനിക്കൊരു ഇച്ചിരി പ്രശ്നമായിട്ട് തോന്നി. പിന്നെ കുറച്ച് ഡബിൾ മീനിങ് തമാശകളുണ്ട്. അത് കണ്ടിരിക്കുമ്പോൾ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. പക്ഷേ ആ നാട്ടുകാരും അവരുടെ കുറച്ച് എന്താ പറയുക ചൊറിയുന്ന സ്വഭാവമുള്ള ആളുകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അവതരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ ആകെ മൊത്തത്തിൽ പറയാനാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വാവ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഉഗ്രം വെബ് സീരീസ് ഉണ്ടോ നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള ഒന്നും അതിനകത്തുള്ളതായിട്ട് തോന്നിയില്ല. രസമാണ്. ഇപ്പോൾ വീട്ടിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, പുറത്ത് പോയിട്ടൊന്നും ചെയ്യാനില്ല, വീട്ടിലധികം ആൾക്കാരൊന്നുമില്ല, നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മിച്ചർ കിട്ടി അടുക്കളയിൽ നിന്ന്. ആ മിച്ചർ എടുത്തൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ സോഫയിലോ അല്ലെങ്കിൽ കസേരയിലോ ഒക്കെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചാനൽ മാറ്റി വരുമ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു സംഭവം കണ്ടിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് കാണുക കഴിക്കുക അങ്ങനെ ഇരിക്കില്ലേ. അങ്ങനെ ഇരുന്ന് കാണാവുന്ന ഒരു ലേസി വാച്ച് അനുഭവമൊക്കെ ആയിട്ടാണ് എനിക്ക് പേരല്ലൂർ പ്രീമിയർ ലീഗ് ഫീൽ ചെയ്തത്. നമ്മൾ ആദ്യം പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ആ ബ്രില്യൻസ് കാര്യങ്ങൾ അതൊക്കെ അവിടെ ഉള്ളപ്പോഴും എൻഗേജിങ് ആവാൻ പറ്റിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇതെൻ്റെ മാത്രം തോന്നലായിരിക്കും. സോഷ്യൽ മീഡിയയിൽ ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മലയാളം കണ്ട രാഷ്ട്രീയത്തെ തമാശവൽക്കരിച്ചുകൊണ്ട് വന്ന സിനിമകൾ, നമ്മൾ വളരെയധികം വാഴ്ത്തിപ്പാടുന്ന പല സിനിമകളും, അതിൻ്റെയൊക്കെ പേരുകളൊക്കെ വെച്ച് അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാവുന്ന ഒരു സംഭവമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നതെന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ്സ് വായിച്ചിട്ട് ഈ വെബ് സീരീസ് കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.